നമസ്കാരം. ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവൻ ഒടുക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്നത് എന്ത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിൽ അന്വേഷണ സംഘം. നിതിൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് കരഞ്ഞുകൊണ്ടെന്ന് ദൃക്സാക്ഷികൾ. ആപ്പ് ലോണിന്റെ പേരിൽ നിതിൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് സഹോദരി. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് അധ്യാപികയുടെ പരാതി ലഭിച്ചിരുന്നുവെന്ന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വിനോദ് മോനി. വിഷയം ചർച്ച ചെയ്തപ്പോൾ അധ്യാപികയുടെ നമ്പർ നൽകിയില്ലെന്നാണ് നിതിൻ പറഞ്ഞത്. എന്നാൽ ടീച്ചറുടെ ഫോണിൽ നിതിൻ്റെ ഫോട്ടോ അവർ അയച്ചിരുന്നുവെന്നും മൊബൈൽ ഫോൺ അവിടെ ഏൽപ്പിച്ച് നിതിൻ മുറിയിൽ നിന്നും മടങ്ങിയെന്നും പ്രിൻസിപ്പൽ. നിതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് മാപ്പർഹിക്കാത്ത കുറ്റമെന്നും വേദനിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജാതിവെറിക്കെതിരായ പോരാട്ടം ഇന്നും പ്രസക്തമെന്ന് VM സുധീരൻ. ഇത്തരം കോളേജുകൾ തുടരണോ എന്നത് ആലോചിക്കുമെന്ന് VC മോഹൻ കുന്നുമ്മൽ. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ റെക്കോർഡ് വർധന. ഇന്നലെ വൈകിട്ട് ഉപയോഗിച്ചത് 5933 മെഗാവാട്ട് വൈദ്യുതി. ഈ മാസത്തെ ഏറ്റവും വലിയ കണക്ക്. ഇന്നലെ മാത്രം 112.16 ദശലക്ഷം യൂണിറ്റ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. വൻ അപകടം ഒഴിവായത് രോഗികളെ പെട്ടെന്ന് മാറ്റിയതിനാൽ. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടോ അമിത ചൂടോ ആവാം തീപിടുത്തത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. 1 കോടി രൂപയുടെ മരുന്നുകൾ കത്തിനശിച്ചെന്ന് ആശുപത്രി സൂപ്രണ്ട്. വനിതാ സംവരണ ഭേദഗതി ബിൽ ഭേദഗതിയിൽ സ്ത്രീകൾക്ക് തുറന്ന കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിൽ ഇനിയും വൈകിപ്പിക്കുന്നത് അനീതിയെന്നും 2029 മുതൽ നടപ്പിലാക്കാൻ സ്ത്രീകളുടെ അനുഗ്രഹം തേടുന്നുവെന്നും മോദി. MP-മാരോടും കത്തെഴുതാൻ മോദിയുടെ ആഹ്വാനം. തമിഴ്നാട്ടിൽ പ്രകടന പത്രിക പുറത്തിറക്കി BJP. 1 വർഷം 3 സൗജന്യ LPG സിലിണ്ടറുകൾ. വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ. ഓരോ വീട്ടിലേക്കും ഒറ്റത്തവണയായി 10,000 രൂപ. TVK അധ്യക്ഷൻ വിജയ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് DMK-യും NDA-യും. ബംഗാളിൽ അഴിമതിക്കാരായ മമതാ സർക്കാരിനെ തലകീഴായി കെട്ടിത്തൂക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുന്നു. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം അവസാനിപ്പിക്കാൻ ഇനി ഒരാഴ്ച മാത്രം. മമതാ സർക്കാരിനോട് വിട പറയാൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും BJP അധികാരത്തിൽ വന്നാൽ അഴിമതിക്കാരെ തലകീഴായി കെട്ടിത്തൂക്കുമെന്നും അമിത്ഷാ. ഭീകരർക്ക് ബിരിയാണി നൽകി സൽക്കരിച്ചവരാണ് കോൺഗ്രസും മമതാ ബാനർജിയുമെന്നും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ. ഗൾഫ് രാജ്യങ്ങളിലെ US ബേസുകൾ വീണ്ടും ആക്രമിക്കാൻ ഇറാൻ. നയതന്ത്ര നീക്കങ്ങളിലൂടെ സംഘർഷം പരിഹരിക്കണമെന്നും ഹോർമൂസ് കടലിടുക്ക് സ്വതന്ത്രമാക്കണമെന്നും ആവർത്തിച്ച് ഇന്ത്യ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനം ശ്രദ്ധിക്കേണ്ടതില്ലെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ്. രോഗശാന്തി നൽകുന്ന യേശുക്രിസ്തുവായി ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ പോസ്റ്റ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലർട്ട് പ്രഖ്യാപനം. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. നമസ്കാരം.